പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ, സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബ്രോഡ്വേയിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ അൾത്താരയും ബലിപീഠവും അനാഥമാണ്. വിശ്വാസികൾക്ക് പ്രവേശന സ്വാതന്ത്ര്യമില്ലാത്ത അൾത്താര, വിശുദ്ധിയോടെ ഉപയോഗിക്കേണ്ട അൾത്താര, ക്രിസ്തുവിൻ്റെ ശരീരം ബലിയർപ്പിക്കപ്പെടേണ്ട ബലിവസ്തുവായി മാറേണ്ട, അപ്പമായി മാറേണ്ട ബലിപീഠം അനാഥമാണ്. ഇവിടെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ വികാരിക്കോ കൊച്ചച്ഛന്മാർക്കോ സഭയോടോ ക്രിസ്തുവിനോടോ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തോടോ ബഹുമാനമോ ഭയമോ ഭക്തിയോ യാതൊന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അൾത്താര. എന്നാൽ സഭയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ ഇന്ന് ഞായറാഴ്ച കടമുള്ള ദിവസമാണെങ്കിലും ഈ ദിവസം അവർ കുർബാനയിലെല്ലാം പങ്കുചേർന്നതിന് ശേഷം ഇതാ ഈ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥനാ നിരതരായി അവർ ഒന്നു ചേർന്നിരിക്കുന്നു. അനാഥമായിരിക്കുന്ന ബലിപീഠത്തെ കർത്താവെ നീ തിരിഞ്ഞു നോക്കണമേ എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. വിമതരായ ആ വൈദികനും അവരുടെ പിണിയാളുകളും ആഗ്രഹിക്കുന്ന സഭ ഇല്ലീസിറ്റ് എന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖമായ കുർബാന അവിടെ നടത്തി വീണ്ടും ഈ ബസിലിക്കയെയും അങ്കണത്തെയും മലീനസമാക്കുക എന്നതാണ് അവരുടെ അജണ്ട. എന്നാൽ സഭയെ അനുസരിക്കാനോ സിനഡിനെ അനുസരിക്കാനോ മാർപ്പാപ്പയെ അനുസരിക്കാനോ ഇവർ തയ്യാറല്ല. പ്രിയ വിശ്വാസികളെ, ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ, നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? നമ്മുടെ ക്രിസ്തുവിൻ്റെ ബലിപീഠം സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ തന്നെ ആകെ അനാഥമായി കിടക്കുന്ന ഈ അവസ്ഥ, നമ്മൾ മരിച്ചവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു, ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പു, കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു, കർത്താവേ നിൻ പൂജിതമായ കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവിടരുതേ എന്ന് വിശ്വാസികൾ കൂട്ടത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്നേഹിതരെ, പ്രിയ സഭാവിശ്വാസികളെ, നിങ്ങൾ ഒന്നോർക്കുക, ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കാളികളാകുക. ഇല്ലെങ്കിൽ സഭയുടെ ആസ്ഥാന ദേവാലയം മാത്രമല്ല, ഈ എറണാകുളം അതിരൂപത മൊത്തവും വിമതരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. അതുപോലെ സഭയുടെ ഭരണസ്വാതന്ത്ര്യവും സഭയുടെ തനിമയും നഷ്ടപ്പെടും. സഭ ഒന്നുമല്ലാതെ നശിച്ച് സീറോ മലബാർ സഭയുടെ വിശ്വാസവും സീറോ മലബാർ സഭയുടെ പശ്ചാത്തലവും പാരമ്പര്യവും നഷ്ടപ്പെടും. ഇവിടെ പൈശാചികതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഈ വൈദികരെ കുറ്റപ്പെടുത്തുക